ഹലോ. അപ്പോൾ നമ്മൾ ട്രിപ്പ് ഡേ 3 കേട്ടോ. നമ്മൾ 3ാമത്തെ എപ്പിസോഡാണ്, 3ാമത്തെ ദിവസം. അപ്പോൾ നമ്മളിപ്പോൾ ജൗഫിലാണ് സ്റ്റേ ചെയ്തത്. നമ്മൾ വരുന്ന വഴിയിൽ ജൗഫിലാണ് സ്റ്റേ ചെയ്ത് ജോർദാനിലേക്ക് പോകുന്ന വഴി. ഇനിയിപ്പോൾ ജോർദാനിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഓക്കെ, ഏകദേശം 700 കിലോമീറ്റർ ഇനി ജോർദാനിലേക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ ജോർദാനിലെത്തും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ട് പോവാം. നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാ എല്ലാവരും ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ കേട്ടോ. കൊള്ളാം, നല്ല സ്റ്റേ ഒക്കെ നല്ലതായിരുന്നു, നല്ല വാഷ്റൂമായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമതെല്ലാം പാക്കെല്ലാം ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടാണ്. നമ്മൾ ഏകദേശം നമ്മളൊരു ഉച്ചയാകുമ്പോഴേക്ക് നമ്മൾ ജോർദാനിലെത്തും. അതേപോലെ നമ്മൾ നല്ല ഫുഡ്, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ. അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡിയിൽ യാത്ര ചെയ്യുന്നത്. ഇനി നല്ല അടിപൊളി പമ്പും കാര്യങ്ങളും കേട്ടോ. പമ്പിന് മുട്ടിയിട്ടാണ് ഇവർ ഈ ഹോട്ടൽ പോലത്തെ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. കണ്ടാ, ഒരുപാട് യാത്രക്കാരനെ, കംപ്ലീറ്റ് യാത്രക്കാരനെ എല്ലാം സ്റ്റേ ചെയ്യുന്നത് എല്ലായിടത്തും. ഇതെല്ലാം ഓരോ ടൈപ്പ് റൂംസും അതുപോലെ ഡോർമെറ്ററി എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ പിന്നെ നിസ്കരിക്കാനുള്ളവർക്ക് നിസ്കരിക്കാനുള്ള പള്ളി സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാട്ടാ. ഡ്രൈവ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനിടയ്ക്ക് നമുക്കൊരു കിടിലൻ ചേസിങ് യൂസ് ചെയ്യട്ടാ. ഒരു വണ്ടിനെ പോലീസ് ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരെനിക്ക് തോന്നുന്നു ഒരു 200 സ്പീഡിലും കണ്ടാന്ന് തോന്നുന്നു പോകുന്നത്. അത്രയും ഫാസ്റ്റായിട്ട് പോയത്. നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല. അതേപോലെ പോലീസും ബാക്കിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ അടിച്ച് പണിയാവും. ഏതായാലും പോകുന്ന വഴിക്കാണെങ്കിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിർത്തിയിട്ട് കാണാമല്ലോ. ആ വണ്ടി അങ്ങനെ പോയി, പിന്നെ കണ്ടിട്ടില്ല കേട്ടാ. ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കി. ഈ സ്ഥലം നമുക്ക് നിർത്തിയിട്ട് ഓരോ ഫോട്ടോ എടുക്കാന്നുള്ള അഭിപ്രായം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് ഒരു ഫോട്ടോയിലെടുത്തിട്ട് അങ്ങനെ പോവാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു രക്ഷയില്ല. പിന്നെ ഒരുപാട് ടയറുകൾ ഇങ്ങനെ കത്തിച്ചിട്ട് കാണുന്നുണ്ട്. അത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി ഓടുന്ന ചില സമയത്ത് ടയർ പൊട്ടിത്തെറിച്ച സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ഇങ്ങനെ വഴിക്കുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് രാത്രി ക്യാമ്പ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടാണ്. നമ്മൾ ഇന്നലെ രാത്രി വരുന്ന വഴിക്കൊക്കെ കുറേ സ്ഥലത്ത് ഇങ്ങനെ തീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ടയറൊക്കെ കത്തിച്ചാന്ന് തോന്നുന്നുട്ടാ. കാറ്റിങ്ങനെ ഭയങ്കര കാറ്റാകുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിയറിംഗ് വരെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കേണ്ടി വരുന്നുട്ടാ. പക്ഷേ വ്യൂ ഒരു രക്ഷയില്ലട്ടാ. പൊളി. ബോർഡ് കാണുന്നുണ്ട്. ബോർഡ് എന്തെല്ലാം നോക്കിയ ജാസി? സൂം ചെയ്ത് ഔട്ട് ചെയ്തു എന്നാൽ കറക്റ്റ് മനസ്സിലായി. ഈ അറബികളെ സാധാരണ മജ്ലിസിൽ ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പിൽ ഇതാ വലിയത് ഉണ്ടാക്കി വെച്ചിട്ട് എത്ര വലുത് നോക്കിയാ, നല്ല രസമുണ്ടല്ലേ. നടുക്കൊരു പൈനാപ്പിള് കിട്ടുന്നുണ്ടോ വീഡിയോയില്? അത് രസമായിട്ടാ. ഇതെല്ലാം നമുക്ക് ബസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനത്തെ എന്തെല്ലാം സാധനം ഉണ്ടാക്കി വെക്കാം. കുറേ പക്ഷി, പ്രാവ്. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. പൊറോട്ടയും ബീഫും വേണമെന്നല്ല പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കും. ഇതെല്ലാം ഉണ്ടാകുന്ന ഇപ്പം നോക്കി അറിയാം. എന്തായാലും തീയെല്ലാം കത്തിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സാധനം ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാകിസ്ഥാനി റൊട്ടി. പൊളി, ഭയങ്കര ഇഷ്ടമാണ്. ഇതും നമ്മുടെ മട്ടൻ കടായിയാണ് എൻ്റെ ഫേവറേറ്റ് ദുബായിൽ വന്നു കഴിഞ്ഞാൽ. അതുപോലെ ഇത് ചിക്കൻ എന്താ പറഞ്ഞത്, ചിക്കൻ കറി. ഓക്കെ, പിന്നെ ഇത് പൊറോട്ട. ഇതാണ് നമ്മൾ പറയുന്നത് മറ്റേ സ്വർഗത്തിലെ പൊറോട്ട. ഒന്ന് തിന്നാ മതി, ഒന്ന് തിന്നാ മതി. 2 ദിവസത്തേക്കായി എൻ്റെ മോന്. ഇതേതാണ്? ഇത് ദാൽച്ചന. ഇത് ഇവരുടെ ഫേവറേറ്റ്. അപ്പം ഞാനൊരു ദാൽച്ചനയും കൂട്ടിയിട്ട് ഫസ്റ്റ് ഒരു പിടി പിടിക്കട്ടെ. സംഭവം ഭയങ്കര ടേസ്റ്റ് കേട്ടാ. ഫുഡ് തീരിലൊക്കെ. ഇനി 3 എണ്ണം വാങ്ങിച്ചേ? 3 എണ്ണോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എടാ പൊറോട്ട ആരും കഴിച്ചിട്ടില്ല? പിന്നെ ഇങ്ങനെ സാധനം വന്ന് പോകുന്നുണ്ടേ. അടിപൊളി, എല്ലാം ടേസ്റ്റ് ഉണ്ടല്ലേ, എല്ലാം പൊളി തന്നെ.
അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം ഫിനിഷ് ആയിട്ടാ. പൊറോട്ട തീരെ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ആരും കഴിച്ചില്ല. പൊറോട്ട നമ്മളാരും പറയുമ്പോൾ ഇത്ര വലുതാന്ന് വിചാരിച്ചില്ല. ഓരോരുത്തർ തിന്ന കോലം നോക്കിയ എന്താ ഷമീമായിട്ടാള്. അല്ല, നടുഭാഗം ഭയങ്കര ക്രിസ്പ്, ഭയങ്കര ടേസ്റ്റ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഫിനിഷ്. ഇതാ നമ്മുടെ ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടാ. ഹായ്, നമ്മുടെ അജ്മൽ ഭായിയുടെ അസ്സലാമു അലൈക്കും. അജ്മത് ഭായിയുടെ വണ്ടിയുണ്ട്. ഞാൻ ആ കാർ കൊണ്ട് പോന്ന ട്രെയിലറാണ്. ഓക്കെ, എത്ര ലോങ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന നോക്കിയേ. അപ്പോൾ നമ്മൾ ഇറങ്ങലായി നമ്മളടുത്ത കുളക്കടവിലേക്ക്. നോക്കിയാൽ നമ്മളിങ്ങനെ ഇവിടെ ചെറിയൊരു പച്ചപ്പുണ്ട്, സൈഡിൽ കണ്ട ചെറിയ മഴയിൽ പെയ്ത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ ശരിക്കും ഉച്ചയ്ക്ക് തന്നെ 12 ഡിഗ്രി ആണ് കേട്ടോ തണുപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ജോർദാനിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പാസും കാര്യങ്ങളും അതുപോലെ വിസന്റയിലും കാര്യങ്ങളും ജാസി ഒന്ന് പറഞ്ഞു കൊടുത്തടാ. നമുക്ക് ജോർദാനിലേക്ക് വരണമെങ്കിൽ 2 പരിപാടി. ആദ്യം വേണ്ടത് നമുക്ക് സൗദി വിസ, സൗദിയുടെ മൾട്ടി എൻട്രി വിസ എടുക്കുക. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തന്നെ കിട്ടും. അതിനൊരു 400 ദിർഹംസ് വരും, ഇൻക്ലൂഡിങ് ഇൻഷുറൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് ജോർദാനിലേക്ക് വിസയാണ്. അത് ഇന്ത്യൻസിന് ജോർദാൻ ഓണറേബിൾ വിസയാണ്. അപ്പോൾ വിസ ഓണറേബിൾ ബോർഡറിൽ കിട്ടും. പിന്നെ വിസയുടെ ചാർജ് എനിക്കൊന്ന് ഒരു 45 സൗദി ജോർദാൻ ദിനാർ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ജോർദാൻ പാസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ജോർദാൻ പാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 40 എന്താ പറയുക ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഫ്രീ എൻട്രി ഉണ്ട്. പ്ലസ് വിസ ഫീ വെയ്വർ ചെയ്ത് തരും. അതായത് ഇവിടെ 70 ദിനാർ മുതൽ പിന്നെ പാക്കേജ് ഉണ്ട്. നമ്മളെടുത്തത് 75 ദിനാറിൻ്റെത് അതായത് മിനിമം നമ്മൾ 3 നൈറ്റ്സ് 4 ഡേ സ്റ്റേ ചെയ്യണം. അതെങ്കിൽ നമുക്ക് ആ വിസയുടെ ഫീ നമുക്ക് ഒരു വെയ്വർ ചെയ്ത് ഫ്രീ ആക്കി തരും. പിന്നെ അതിന് മുമ്പേ നമ്മൾ എക്സിറ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഡിപ്പാർച്ചർ ചെയ്യുന്ന ഏത് ബോർഡറിൽ നിന്നാണ് അവിടുന്ന് ആ പൈസ അവർ വാങ്ങിക്കും. വളരെ സിമ്പിളാണ് പരിപാടികൾ. യാത്ര ഒരു രസമാണ് കേട്ടോ. നമ്മള് ഫ്ലൈറ്റിൽ പോകുന്ന പോലെ അല്ല, കാർ എടുത്തിട്ട് പോകുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. അതുപോലെ റൈറ്റ് സൈഡിൽ കുറച്ചൊന്ന് ക്യാമറ തിരിച്ചേ, എന്താ രസം നോക്കിയാൽ. ഇതിപ്പോ നമ്മള് വിട്ടിപ്പോ 3rd ഡേ അല്ലേ? ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇത് 3ാമത്തെ ദിവസം. ഇങ്ങനത്തെ യാത്രയിൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ മാത്രം വരുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ കൂടുതൽ എടുക്കാത്ത. പറഞ്ഞാൽ ഇതന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അല്ല, പിന്നെ നമ്മളിങ്ങനെ നമുക്കിപ്പോ 2 ദിവസം കൊണ്ട് ജോർദാൻ പിടിക്കാം. നമ്മളിങ്ങനെ നിർത്തി ഫോക്കസ് ചെയ്യുന്ന ഭക്ഷണത്തിലാണ്. അതെ, ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മളെ കൂടെ വന്ന് എന്റർടൈനറെ കാണിച്ചു കൊടുക്കും. നമ്മള് എന്റർടൈൻമെന്റിന് മാത്രം വന്ന ആള് വളരെ നന്നായിട്ട് നമ്മളെല്ലാരും എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. മെയിനായിട്ട് കൂർക്കം വലിച്ചിട്ടാണ് സമയം കൊടുക്കും. ഞാൻ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നാടുമായിട്ട് ബന്ധപ്പെട്ട് കൂടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇൻവോൾവ് ആകുന്നത് ശരിയല്ലല്ലോ. അവരവർ ചെറിയ കാലത്തുള്ള അവരെ ബാല്യകാലങ്ങളും അയവിറക്കുമ്പോഴും ആക്സിഡന്റ് ആയതും അതും ഇതും പറയുമ്പോൾ ഞാൻ ഇൻവോൾവ്മെന്റ് ഇല്ല. ഞാൻ മലപ്പുറത്താണ്, അവിടെ ഇല്ല, നമ്മുടെ ഈ പിക്ചറിൽ ഇല്ല. പോലെ ബാക്കിലിരിക്കാനേ നമുക്ക് വഴിയുള്ളൂ. സാജിന്റെ ഒരു പ്രത്യേകത എന്ന് അറിയാമോ? സാജി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ദീനിനെ കുറിച്ചിട്ടാ പറയുന്നുണ്ടെങ്കിൽ വലിയ മുത്തമായിരിക്കും. അതേപോലെ വേറെ എന്തെങ്കിലും ഒരു എന്ത് മാറ്റർ ഇപ്പൊ നമ്മളൊരു ചെടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ ചെടിന്റെ എല്ലാ മേഖലയിലും ഡോക്ടറേറ്റ് ഉണ്ട്. എല്ലാ മേഖല അറിയാത്തൊരു മേഖല. നമ്മ 200 വയസ്സ് ശരിക്കും സാജിക്ക് 40 വയസ്സല്ല 200 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്ര എക്സ്പീരിയൻസും ഉണ്ട് ഏത് മേഖലയിലും കേട്ടാ. ഇപ്പൊ ചെറിയ ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്നുണ്ടെങ്കിൽ വലിയ കുക്ക്, അതിനേക്കാളും വെല്ലാനും വേറെ ആളില്ല. അതിന് വേറെ ഏത് മേഖല എന്ന് പറയണ്ടേ നമുക്ക്? അതിനകത്തുള്ള അഗ്രഹം ഉണ്ടായിരുന്നു. ഇതില് രസം എന്താ പറയാ, ഷമീമത കണക്കൂട്ടിയൊക്കെയാണ്. കണക്കപ്പിള്ള കണക്കലൊക്കെ കറക്റ്റ് അല്ല ഷമീമ. ഇപ്പൊ അവിടെ എത്തുമ്പോഴേക്കും ഓന്റെ പൈസ ഫ്രീ ആവും. നമ്മള് വീഡിയോ എടുക്കുമ്പോ പാട്ട് ഓഫ് ആക്കുന്ന കേട്ടാ. ഇവിടെ ഒട്ടകം ക്രോസിംഗിന്റെ ബോർഡ് കാണുന്നുണ്ട്, പക്ഷെ ഒട്ടകത്തിനൊന്നും കണ്ടില്ല. പാട്ട് ഓഫ് ആക്കുന്ന കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നുണ്ട്. ഇതില് മോണിറ്റൈസേഷൻ ഒന്നും ഇല്ല, എന്നാലും ആയിക്കലോ അല്ലേ? ഇതുണ്ടാ നമ്മളിങ്ങനെ പോകുന്ന പോക്കിൽ ഒരുപാട് ഒട്ടകങ്ങളെയും അതുപോലെ ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആളൊക്കെ കാണുന്നുണ്ട്.
നമുക്ക് ഏതായാലും ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ച് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് അറിയാം. ഒട്ടകത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും ഇവിടെ നിർത്തിയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരുപാട് ഒട്ടകം ഉണ്ട് കേട്ടോ, വൈറ്റും കറുപ്പും ഗ്രേയും എല്ലാ കളറും ഉണ്ട്. ചെറിയ കുഞ്ഞൊട്ടകം മുതൽ വലിയ ഒട്ടകം വരെ ഉണ്ട്. അതുപോലെ മെയിലിൻ്റെ കാലൊക്കെ കെട്ടിയിട്ടുണ്ടോ. മെയിൽ കൂടുതൽ എണ്ണയില്ല, 1-2 എണ്ണം മാത്രമേ ഉള്ളൂ. നോക്കിയേ ഏതാ സൈസ് നോക്കിയേ, നല്ല തീപ്പൊരി സാധനങ്ങൾ. ഇതൊരു കുഞ്ഞൊട്ടകം, ഇതാ അതാ വൈറ്റ് ഒട്ടകത്തിനെ കണ്ട. ഇത് നമ്മുടെ എന്താ പറയുക നല്ല വെള്ള കളറാണ് കേട്ടോ. സാധാരണ ചെറിയ വൈറ്റ് അല്ല, നല്ല വെള്ളമുണ്ട്. ഇതേണ്ട ഇത് കുറച്ചൊന്നല്ലേ, ഒരുപാട് ദൂരമായിട്ട് കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു ഇടയൻ മാത്രമേ ഉള്ളൂ, ഒറ്റ ഇടയൻ ഒരാളേ ഉള്ളൂ. പക്ഷെ അയാളാണ് ഇത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടാ. പക്ഷെ ഇവർ സ്വഭാവം എങ്ങനെയെന്നുള്ളത് കറക്റ്റ് നമുക്ക് അറിയില്ല. എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത്. ഒട്ടകം ഈ തുപ്പാനും അതുപോലെ കടിക്കലും ചെയ്യുന്നൊരു ജീവിയാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ധൈര്യത്തിൽ അടുത്ത് പോകാൻ പാടില്ല. എന്നാൽ ഈ ട്രെയിനറോട് കറക്റ്റ് കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ അടുത്ത് പോകാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കണം. ഓരോ ഒട്ടകവും ഓരോ ക്യാരക്ടറായിരിക്കും. ചില ആൾ അറിയാത്ത ആളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അപ്പം പണി തരുന്ന ഒരുപാട് ഒട്ടകത്തിന് നമുക്കറിയാം. ഒട്ടകത്തിന് നോക്കുന്ന ആൾ നമ്മളോട് തുടരുത് അടുത്ത് പോരുത് എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ വിലക്കി. അല്ലെങ്കിൽ നമ്മൾ നല്ല കൂട്ടത്തിൽ നിന്ന് ഒരു ഫോട്ടോയിലെടുത്ത് ഒന്ന് ഫീഡെല്ലാം ചെയ്യാൻ വെച്ചാൽ ആപ്പിളെല്ലാം എടുത്തിട്ട് പോയത് നമ്മൾ. ഓക്കെ, എന്താ ആ സൈസെല്ലാം നല്ല അടിപൊളി ഒട്ടകം അല്ലേ. ഇതൊരു ഫീമെയിലാണ്, നല്ല കിടു സൈസ് അല്ലേ, എന്താ ഭംഗി. അതുപോലെ ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടേ, 2 വൈറ്റ് ഒട്ടകം നമ്മുടെ അടുത്ത് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണ്. നല്ല വൈറ്റ് ഒട്ടകം ഇടയും വരുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മളെ കൂടെ തന്നെ ഇവൻ വരുന്നുണ്ട് കേട്ടാ, നല്ലോണം ഇഷ്ടമായി. എന്തായാലും നമ്മൾ ഇവനോട് ബായും പറഞ്ഞിട്ട് നമ്മൾ പോക്കേട്ടാ. ഓക്കേ, തബൂക്കിലേക്ക് വെറും 100 കിലോമീറ്റർ മാത്രമേ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോകുന്ന സ്ഥലം കണ്ടാ നല്ല വരച്ച പോലെ ഉണ്ട്. കുറേ മലകളും കുന്നുകളും എല്ലാം ആയിട്ടുള്ള സ്ഥലം. ശരിക്കൊരു പാറക്കെട്ട് പോലെ ഉള്ളത് അല്ലേ. സാജി ഇതിങ്ങനെ കാറ്റടിക്കുമ്പോൾ ഈ മണൽ പറന്നു പോകില്ല. ആ മലകൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പുതിയ കുറച്ച് ഓറഞ്ച് കളർ മലകൾ കളറിന് മാറി. ഓരോ ഏരിയയിൽ ഓരോ ഇതാന്ന് തോന്നുന്നു കളർ. ഇതെന്താ ഈ കളറെല്ലാം മാറി. അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ ആ മലനിരകൾ കഴിഞ്ഞപ്പോൾ ഫുള്ള് കളർ മാറിയിട്ടാണ് അടുത്ത മലനിരകൾ. ഇനിയിപ്പോൾ തബൂക്കിലേക്ക് ആകെ 72 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതെന്താ സൈഡിലെല്ലാം മാറി. ഷെയ്പ്പല്ല തന്നെ, കളർ മൊത്തം മാറി. കുറച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിച്ച് കാണിച്ച് എന്താ കംപ്ലീറ്റ് മാറി. അടിപൊളി. കുറച്ച് ലെഫ്റ്റിലേക്ക് കാണിച്ചാൽ ലെഫ്റ്റിലേക്കില്ല പൊളി. അത് ഫുള്ള് മണ്ണാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു മണലാണ്. മണലാരണ്യത്തിൽ അപ്പൊ നമ്മളിപ്പോ 2600 കിലോമീറ്റർ ഓടിയല്ലേ ക്ഷമേ? 2800 2800 കിലോമീറ്റർ ഇപ്പോൾ ഓടി. ഏകദേശം ഒരു 200 കിലോമീറ്ററിന് അടുത്താണ് നമുക്കിനി ഓടാനുള്ളത്. ഫുള്ള് സെറ്റാണ്. ഇതൊക്കെ ഓരോ വളവ് കഴിയുമ്പോൾ പുതിയ പുതിയ സ്റ്റൈലുള്ള മലനിരകളാണ് കാണുന്നത് കേട്ടോ. ഇതൊക്കെ വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടോ ജാസി? വലത് ഭാഗത്ത് ശിലകൾ ഫലകങ്ങളായിരിക്കണേ. ഇതെന്ത് ശിലകളാണെന്നറിയോ? എന്റെ മോനെ റൈറ്റിലേക്ക് കാണിച്ചാൽ റൈറ്റിലേക്ക് സംഭവം മാറിയേ. ഇതാ അങ്ങനെ നമ്മളിവിടെ ഇറങ്ങിയട്ടാ, നമ്മളിവിടെ സൈഡാക്കി. ഒരു രക്ഷയില്ലട്ടാ, അമ്മ അതൊരു രസം കാണാൻ. അതെല്ലാം കണ്ട ഷാനി എങ്ങനെയുണ്ട്? അതാ സാജിയായിരുന്നു മൂത്രിക്കുന്നത്. അല്ല അതേപോലെ നമ്മൾ പിന്നെ പെയിൻറ് ചെയ്തിട്ടില്ലേ, നമ്മുടെ പിന്നെ വാക്സ് ചെയ്തിട്ടില്ലേ വണ്ടിക്ക്, അത് നമ്മൾ മേലെ മെയിനായിട്ട് ചെയ്തത്. പക്ഷെ മേലിലേക്കാളും ഇവിടെ നല്ലോണം ചെയ്യേണ്ടിയിരുന്നു കേട്ടോ. ശരിക്കും പ്രാണിയെല്ലാം അടിച്ചിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ടോ കംപ്ലീറ്റ്.
അത് ഒന്നും കൂടി നല്ല ശരിക്കും അടിക്കണം. ഒരു ചായ ഉണ്ടാക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഈ സാധനങ്ങൾ പുറത്തേക്ക് എടുക്കാൻ അത്രയും പണിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തബൂക്ക് സിറ്റിയിലുള്ള കേട്ടോ കുറേ ഇങ്ങനെ കറങ്ങി നമ്മൾ അൽബൈക്ക് ഏതായാലും ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് അൽബൈക്ക് ഒന്ന് നോക്കാം. അൽബൈക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂട്ടർ അടിച്ചിട്ട് വരേണ്ടി വരും അല്ലേ? അപ്പോൾ അൽബൈക്കിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് ഇതാ ഇവിടെ പുറത്തിരുന്നിട്ട് അഭയാർത്ഥികളെ പോലെ ഇപ്രാവശ്യം കഴിക്കുന്നുട്ടാ. അവിടെ ഇരുന്നിട്ട് കഴിക്കാനുള്ള സംവിധാനം ഇല്ല, ടേക്ക് അവേ ആണ്. അപ്പോൾ നമ്മളിതാ പുറത്തുനിന്ന് കഴിക്കുന്നുട്ടാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇങ്ങനെ ആയിക്കോട്ടെ. സെറ്റപ്പ് ഓക്കെ. എന്താ രസം നോക്കി, കുറച്ച് മുന്നോട്ട് കാണിക്കുക. മുന്നോട്ട് നല്ല രസമില്ലെന്ന് പോകാം. തബൂക്ക് എന്ന് പേരില്ല, നമ്മുടെ നാട്ടിലെ തബൂക്ക് കൊണ്ട് ഉണ്ടാക്കി. തബൂക്ക് എന്നല്ല, താബൂക്ക് എന്നല്ല നമ്മുടെ നാട്ടിൽ പറയാം. നല്ല രസമുണ്ടല്ലേ, അടിപൊളി. തിരിക്കട്ടെ, എന്തായാലും രസമല്ലേ? എന്താ അതിൽ വന്നിനി നമ്മള് ഇത് ഭയങ്കര മലനിരകൾ കാണുമ്പോ ഒരു പൂതി ഇങ്ങനെ ഒന്ന് കേറി ഇറങ്ങണം. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് കേറി ഇറങ്ങാം, ഒന്ന് നോക്കാല. ഭയങ്കര സംഭവമായിട്ട് കാണുന്നുണ്ട്. കാണുവോടാ? ഇല്ലല്ലേ? മോനെ നമുക്ക് നോക്കാടാ. ഇങ്ങനെ പോയി ഇങ്ങനെ എടുക്കാം. എങ്ങനെയുണ്ട് നോക്കാലോ. ഭയങ്കര രസമല്ല സ്ഥലം. ചായ അവിടെ നിൽക്കുന്നു. എന്നാ അവിടെ ചായ ആക്കി. ഇതെല്ലാം ഡ്രൈവർമാരുടെ കോൺഫിഡൻസ് കൂടി ബാക്കിൽ ഫുൾ പൊടി പട്ടലായിട്ട് ഉള്ളു കേട്ടാ. എന്റെ മോനെ പോന്നോളം കൂടി വരല്ലേ. കാണുവോ? ഒരു പ്രശ്നം അല്ല പിന്നെ അയ്യോ സാൻഡിലേക്ക് ഇന്നലെ പോവാന്ന് ആവശ്യം വരുമ്പോ നമ്മള് വണ്ടി ഇറക്കിയ വണ്ടി ശരിക്കും മണ്ണിലൊന്ന് താണു കേട്ടാ. നമ്മളെ സാജിയ വീഡിയോ എടുക്കാൻ തന്നെ റെക്കോർഡ് നിൽക്കാണ്ട് വീഡിയോ എടുത്തിട്ട് ഒന്നും കിട്ടിയില്ല. ആ രസം നോക്കിയേ, ഈ പാറന്റെ താഴത്താ നമ്മളിപ്പോ നിർത്തിയിട്ടുള്ളതേ. സംഭവം ഒരു രക്ഷയില്ല കേട്ടാ. ഇവിടെ പിന്നെ കുറെ ആടുണ്ടായിരുന്നു, ആടിന്റെ കഷ്ണം കാണുന്നുണ്ട്. നമ്മൾ ചായ ഉണ്ടാക്കിയ കേട്ടാ. ആയാ ചായ ആയാ? ഓക്കെ, എന്തോ കൊളായിട്ടുണ്ട്. അത് കുറവാ ഇത് കുറവെന്നെല്ലാം പറയുന്നുണ്ട്. സ്ഥലം നോക്കിയേ. എന്തായാലും നമ്മൾ ട്രിപ്പ് ബൈ റോഡാക്കിയത് നല്ല രസമായിട്ടാ. സംഭവം പൊളി. റീപാക്ക് ചെയ്ത് വെള്ളമെല്ലാം എടുത്ത് ഓക്കെ. നമ്മൾ എവിടെ പോയാലും ഒരു വേസ്റ്റും നമ്മൾ കളയുന്നില്ല കേട്ടോ. എല്ലാം ഡസ്റ്റ്ബിന്നിലെല്ലാം കറക്റ്റ് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടാണ് നമ്മളെ യാത്രകൾ. ഓക്കെ, അപ്പോൾ പാറക്കെട്ടുകളോട് ബൈ. നമ്മുടെ പെറ്റ് സ്റ്റേഷൻ ചെറിയൊരു ഓർമ്മ വരുന്നതെല്ലാം കാണുമ്പോൾ. നമുക്ക് ഈ സാൻഡിൽ ഒന്ന് വണ്ടിയുടെ പെർഫോമൻസ് ഒന്ന് നോക്കിയാലോ.
സൂര്യന്റെ വെളിച്ചം മാത്രം ഇങ്ങനെ അടിക്കുന്ന അത് സൂര്യൻ മറന്നിട്ടുള്ളത്. അടിപൊളി. അങ്ങനെ തിരിക്കാതെ റൈറ്റിലേക്കുള്ള മല കാണാൻ വേണ്ടിട്ടാ. അക്കാടും മാമലയൊന്നും നമ്മുടെതല്ല മകനെ, ഇക്കാണും നമ്മുടേതുമല്ലൻ മകനെ. പുഴുകൾ പക്കി പരുന്തുകൾ കടലാകൾ കാട്ടുരുവങ്ങൾ പല ജാതി പല ദൈവങ്ങൾ യാടികൾ നമ്മളുമൊപ്പം. ഒരു വൈബിലെ യാത്ര രക്ഷയില്ല. കയറാൻ പോകുമ്പോൾ നമ്മൾ ഫ്യൂവല് ഫുള്ളാക്കിയാണ്. എന്ന് പറഞ്ഞാൽ ജോർദാനിൽ ഇവിടുത്തേനേക്കാളും 3 ഇരട്ടി വിലയുണ്ട്. അപ്പം നമ്മൾ ടാങ്ക് ഫുള്ളാക്കിയിട്ട് പോവാം. എന്നെ ജോർദാൻ്റെ വണ്ടിയിൽ ഇവിടെ വന്നിട്ട് അടിക്കുന്നു. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളിതാ ജോർദാനിൽ പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തും എന്നുകൊണ്ട് അവസാനം എത്തി. ഓക്കെ, നല്ല ഡെക്കറേറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോർദാനിലെത്തി. അപ്പോൾ ഇവിടെ എല്ലാം സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് എല്ലാ ബാഗും സ്കാൻ ചെയ്യണമെന്നുണ്ട്. എല്ലാം നമ്മളെടുത്ത് പുറത്ത് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ജോർദാനിലെത്തി. രാത്രി വെറുതെ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് തേടിയുള്ള യാത്രയിലാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ താമസ സ്ഥലത്തേക്ക് പോവാണ്. നാളെ മുതൽ നമുക്കെല്ലാം കാണാം. നമ്മൾ മറ്റന്നാളല്ലേ അമ്മാനിൽ പോകുന്നത്? മറ്റന്നാൾ അമ്മാനിൽ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അയല വേസസിലെത്തിയിട്ടാ. ഏതായാലും നമ്മൾ ഇവിടെ തന്നെ താമസിക്കാൻ വിചാരിക്കുന്നു. നല്ല അടിപൊളിയാണ്, മൊത്തത്തിൽ സെറ്റപ്പ് എല്ലാം സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? അഭിപ്രായം കാര്യങ്ങളെല്ലാം പറ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമുക്ക് ഫുള്ള് യാത്ര മാത്രം ആയതുകൊണ്ട് അധികം വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയില്ല. എന്തായാലും അടിപൊളി. ഭയങ്കര തണുപ്പട്ടോ, ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.